ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 റിലീസ് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ കേഴ്സ്ഡ് വില്ല. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് കൊളോണിയൽ സ്റ്റൈലിലുള്ള ഒരു വില്ലയാണ് നമ്മളെ കാണിക്കുന്നത്. ആ വീട്ടിലെ ഒരു കൊച്ചു പെൺകുട്ടി മോറിസ്, അവള് ദേഹം മൊത്തം രക്തക്കറിയുമായി ഒരു മുറിക്കകത്തേക്ക് ഓടി വരുന്നുണ്ട്. പിന്നാലെ തന്നെ കയ്യിലൊരു കത്തിയുമായി ഒരു മുഖംമൂടിക്കാരൻ. മോറിസ് പെട്ടെന്ന് തന്നെ ആ മുറിയിലെ കബോർഡിനകത്ത് കയറി ഒളിച്ചിരുന്നു. മരണഭയത്തില് ആ കൊച്ച് കബോർഡിലെ ഹെൽപ്പ് എന്ന് കോറി വരയ്ക്കുന്നുണ്ടായിരുന്നു. ഈ സമയം ആ കൊലയാളി ആ മുറി മുഴുവനും പരിശോധിക്കുന്നുണ്ട്. ബെഡിനടിയിലെ ആ മുറിയിലെ കബോർഡിലെല്ലാം തന്നെ. അവസാനം അയാള് മോറിസ് ഒളിച്ചിരുന്ന കബോർഡ് തുറന്നു നോക്കി. അയാൾ ആ പെൺകുട്ടിയെ പിടികൂടി. കത്തി വെച്ച് മോറിസിനെ കൊല്ലാൻ ശ്രമിക്കുന്ന നേരത്താണ് ഒരു സ്ത്രീ ആ മുറിയിലേക്ക് ഓടി വന്ന് അയാളെ ആക്രമിക്കുന്നത്. അത് മോറിസിന്റെ അമ്മയാണ്. തന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായി ആ സ്ത്രീ പരമാവധി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ കൊലയാളിയാണെങ്കിൽ കത്തി കൊണ്ട് പലതവണ ആ സ്ത്രീയെ ആക്രമിച്ചു. അമ്മ കുഞ്ഞിനോട് ഒച്ച വെച്ച് പറഞ്ഞു നോക്കി, മോറിസ് നീ രക്ഷപ്പെട്, ഓടി രക്ഷപ്പെട്. അവൾ അതൊന്നും തന്നെ കേൾക്കുന്നില്ല. അമ്മേ എന്നെ തനിച്ചാക്കല്ലേ, എനിക്ക് പേടിയാ, ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് മോറിസ് നേരെ ബെഡിനടിയിൽ കയറി ഒളിച്ചിരുന്നു. അങ്ങനെ അടിപിടി ബഹളത്തിനിടയില് മോറിസിന്റെ അമ്മ കൊല്ലപ്പെട്ടു. അടുത്തത് നീയാന്ന് പറഞ്ഞ് ആ കൊലയാളി കത്തിയായിട്ട് കുഞ്ഞിനെ പിടിച്ചു വലിക്കുന്നുണ്ട്. മോറിസ് അയാൾക്കൊരു ചവിട്ടും കൊടുത്ത് പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി. എന്നാൽ അവൾക്ക് അധിക ദൂരമൊന്നും ഓടാൻ കഴിഞ്ഞില്ല. കുഞ്ഞവിടെ കാല് തന്നെ വീണു. പിന്നാലെ തന്നെ പാഞ്ഞു വന്നിരുന്ന ആ മുഖംമൂടിക്കാരൻ മോറിസിനെ പിടികൂടി അതിക്രൂരമായി തന്നെ കൊലപ്പെടുത്തി. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ദ കേഴ്സ്ഡ് വില്ല. അടുത്ത സീനില് കോളേജിൽ പഠിക്കുന്ന ഏറ്റവും അടുത്ത 5 ഫ്രണ്ട്സിനെയാണ് നമ്മളെ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ കഥാനായകൻ ഫ്രെഡി, നായിക ലിയ. ലിയ ഈ ഒരു കോഫി ഷോപ്പിലാണ് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നത്. അവരുടെ മറ്റ് സുഹൃത്തുക്കളാണ് ദേവ്, മിക്കോ, സേറ. അവർ 5 പേരും ഇപ്പോ വെക്കേഷന് പോവാനുള്ള സ്ഥലങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 ദിവസം താമസിച്ച് അടിച്ചു പൊളിക്കണം. സ്ഥലം അവര് കണ്ടെത്തി കഴിഞ്ഞു. ഇന്തോനേഷ്യയിലെ മൗണ്ട് ബ്രോമോ. ഒരുപാട് പർവ്വതങ്ങളും അതിമനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമാണത്. പക്ഷേ അവിടുത്തെ താമസം ഒത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോ ദേവ് അവർക്കൊരു വീടിന്റെ ചിത്രം കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോ കണ്ടതും എല്ലാവർക്കും ആകെ എന്തോ പോലെ തോന്നി. വീട് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കണ്ട ഒരു പ്രേതാലയം പോലെയുണ്ട്. ആദ്യം അവർക്കാർക്കും ആ വീട് റെന്റിനെടുക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ദേവ് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. വീടിന്റെ രൂപം കണ്ട് അവിടെ പ്രേതമുണ്ടോ ഭൂതമുണ്ടോ എന്ന് പറയാൻ പറ്റുമോ? മാത്രമല്ല അതവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു വീടാണ്. വാടക വളരെ കുറവാണ്, 4 മുറികളുണ്ട്. പിന്നെ ഒരു കാര്യം, പണം ആദ്യം തന്നെ പേ ചെയ്യണം. അവസാനം അവരെല്ലാവരും ചേർന്ന് ആ വീട് റെന്റിനെടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി തന്നെ അവരെല്ലാവരും മൗണ്ട് ബ്രോമയിലേക്ക് യാത്ര തിരിച്ചു. ഈ സമയം നായകന്റെയും നായികയുടെയും ഒരു കുട്ടി ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളെ കാണിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഫ്രെഡി തന്റെ പ്രണയം ലിയോട് തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ലിയ അതിന് യെസ് എന്നോ നോ എന്നോ മറുപടി പറഞ്ഞിരുന്നില്ല. പ്രസന്റിലേക്ക് വരുമ്പോ പിറ്റേന്ന് രാവിലെ തന്നെ അവര് ബ്രോമയിലെ ഗ്രാമത്തിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഫുഡ് സ്റ്റാളിലേക്ക് കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോ ആ ഫുഡ് സ്റ്റാളിലെ സ്ത്രീ അവരോട് സ്നേഹത്തോടെ ചോദിക്കുന്നുണ്ട്, നിങ്ങള് ട്രിപ്പ് വന്നതാണോ? എവിടെ താമസിക്കുന്നത്? അതിന് ഫ്രെഡി ആ വില്ലയുടെ പേര് പറയും, ടെങ്കർ വില്ല. ആ പേര് കേട്ടതും ആ സ്ത്രീ പെട്ടെന്ന് തന്നെ കാലില് മുള്ളുകുത്തിയതുപോലെ അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടാണ്. ഈ ഒരു സമയത്താണ് അവര് താമസിക്കാൻ പോണ വില്ലയുടെ കെയർ ടേക്കർ നാർട്ടോ അവരെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അങ്ങോട്ട് വരുന്നത്. അവരാ വില്ലയിൽ എത്തുന്നത് വരെ എല്ലാവരും ഒത്തിരി സന്തോഷത്തിലായിരുന്നു. എന്നാൽ ആ വീടിന്റെ കണ്ടീഷൻ അത് ഫോട്ടോയിൽ കണ്ടതുപോലെയല്ല, ശരിക്കും ഒരു പ്രേത ബംഗ്ലാവ്. എല്ലാവരുടെയും മുഖം കണ്ടപ്പോ ദേവിന് കാര്യം മനസ്സിലായി. ആർക്കും വീട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ ഉടനെ തന്നെ നാർട്ടോയോട് ദേഷ്യപ്പെടുന്നുണ്ട്, എന്റെ പൊന്ന് ചങ്ങാതി, നിങ്ങളല്ലേ എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത്? എന്നിട്ട് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെയല്ലല്ലോ ഈ വീടിന്റെ അവസ്ഥ, ഇതൊരു പ്രേതാലയം പോലെ ഉണ്ടല്ലോ. അതിന് നാർട്ടോ പറയുന്നത്, പരസ്യത്തിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോ അതൊരു 10-70 വർഷം മുന്നേ ഉള്ള ഫോട്ടോയാണ്. ദേവിനറിയാം അവരെല്ലാവരും അവനെ കുറ്റപ്പെടുത്തും. കാരണം അവനല്ലേ ഈ വില്ല ബുക്ക് ചെയ്തത്. എന്തായാലും നമ്മള് ഇവിടെ വരെ വന്നതല്ലേ, വീടിന്റെ അകത്തുകൂടി കണ്ടിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറഞ്ഞ് അവരെല്ലാവരും മനസ്സില്ലാ മനസ്സോടെ ആ വീടിനകത്തേക്ക് പോയി. ഈ സമയം നമ്മളെ കാണിക്കുന്നുണ്ട്, വില്ലയ്ക്ക് വെളിയിലെ ഊഞ്ഞാലിലെ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. വീടിനകത്തേക്ക് പോയവർക്കാണെങ്കിൽ വില്ല ഒരുപാട് ഇഷ്ടമായി. എന്തായാലും വീട് പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല.
വില്ലയ്ക്കകത്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്തായാലും ഇത്രയും കുറവ് റെന്റിന് ഇതുപോലൊരു വീട് കിട്ടില്ല. അവരെല്ലാവരും ആ വീട് മുഴുവനും ചുറ്റി നടന്ന് കാണുന്ന സമയത്ത് ലിയ അവിടെയുള്ള ഫോട്ടോസ് ഒക്കെ നോക്കി. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെയുള്ള ഈ വില്ലയുടെ ഫോട്ടോയിലെ വില്ല ഹൈൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ വില്ലയുടെ പേര് ടെങ്കർ വില്ല എന്നാണ്. അതിന് നാർട്ടോ പറയും ഹൈൻസ് എന്നത് ഈ വില്ലയുടെ ആദ്യത്തെ പേരാണ്. പിന്നീട് ടെങ്കർ എന്നൊരു ജന്മിയാണ് ഈ ഒരു വില്ല വാങ്ങിയത്. അങ്ങനെ തലമുറകളായിട്ട് കൈമാറി വന്നതാണ്. ഒരു വർഷത്തിനു മുന്നേ ടെങ്കർ എന്നാളുടെ കൊച്ചുമകൻ ഹാരി ടെങ്കർ ആണ് ഈ ഒരു വില്ല ഏറ്റെടുത്തത്. അദ്ദേഹമാണ് ഇപ്പൊ ഇതിന്റെ ഓണർ. നാറ്റോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് ആ വീട് മുഴുവനും കാണിച്ചു കൊടുത്തു. ഈ വില്ലയിൽ മൊത്തം 4 മുറികളുണ്ട്. അതില് 3 മുറികള് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ 4ാമത്തെ മുറിയുള്ളത് ബേസ്മെന്റിലാണ്. ഒരു കാരണവശാലും താഴേക്ക് പോവരുത്. അതിപ്പോ ഒരു സ്റ്റോർ റൂമാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ആരും പോവാൻ പാടില്ല. ഇതും പറഞ്ഞ നാർട്ടോ അവർക്കുള്ള മുറിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പോയി. ഈ സമയം ഫ്രെഡി ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന നേരത്ത് അവന്റെ തൊട്ട് പിന്നിലായി കൊടൂര രൂപത്തിലുള്ള ഒരു പ്രേതത്തെ നമുക്ക് കാണാം. തന്റെ പിന്നിൽ ആരും ഉണ്ടെന്ന് ഫ്രെഡിക്ക് മനസ്സിലായി. അവന്റെ കഴുത്തിൽ ആരും ഊതിയതുപോലെ അവന് ഫീൽ ചെയ്തിരുന്നു. ഫ്രെഡി തിരിഞ്ഞു നോക്കിയെങ്കിലും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവനാകെ പേടിച്ചേരന്റെ ഒരു പരുവായി നിൽക്കുന്ന നേരത്താണ് മിക്കോ വന്ന് ടോയ്ലറ്റിന്റെ ഡോറിൽ മുട്ടുന്നത്. ഡോർ തുറക്കാതായിപ്പോ മിക്കോ വേഗം തന്നെ വീടിന് വെളിയിലേക്ക് ഓടി. ഇന്ന് ഞാൻ ആരെയാണ് അവ കണി കണ്ടതെന്ന് പറഞ്ഞ് മിക്കോ കിണറിനടുത്ത് നിൽക്കുന്ന നേരത്ത് കഴുത്തൊക്കെ മുറിഞ്ഞ് രക്തം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് മിക്കോയുടെ കൺമുന്നിലൂടെ ഓടിപ്പോയി. 2-3 തവണ ആ പെൺകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ടായിരുന്നു. മിക്കോ ശരിക്കും പേടിച്ച് വരണ്ടുപോയി. അത് പ്രേതാണോ? അവനത് പറഞ്ഞു തീരുന്നതിന് മുന്നേ മിക്കോന്റെ കാല് ആരോ പിടിച്ചു വലിക്കുന്നു. നോക്കുമ്പോ ദേ അതേ പെൺകുട്ടി തന്നെ ആ പ്രേതം അവന്റെ കാല് പിടിച്ചു വലിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടതും മിക്കോ അയ്യോ എന്റെ അമ്മയെ പ്രേതോന്ന് പറഞ്ഞ് നിലവിളിച്ചോണ്ട് വീടിനകത്തേക്ക് ഓടി. നേരെ ചെന്ന് ഫ്രെഡിയുമായിട്ട് കൂട്ടിയിടിക്കുന്നുണ്ട്. അവന്റെ ഈ കരച്ചിലും ബഹളമൊക്കെ കണ്ട് അവൻ മിക്കോയെ കളിയാക്കി. ഫ്രെഡി ഇതൊരു തമാശ പോലെ പറഞ്ഞ മിക്കോയെ കളിയാക്കിയെങ്കിലും ഒരു പേടിയോടെ തന്നെ അവൻ വീടിന് വെളിയിലേക്ക് നോക്കി. ഈ സമയം മിക്കോ താൻ ഇങ്ങനെ കിണറിനടുത്ത് പ്രേതത്തെ കണ്ട കാര്യം ദേവിനോട് വിവരിച്ചോണ്ടിരിക്കുക. ദേവാണെങ്കിൽ അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. ചിലപ്പോ നീ വല്ല ഡോഗിനെയും കണ്ട് പേടിച്ചതാണെങ്കിലോ എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും മിക്കോയ്ക്ക് താൻ ഈ കണ്ട കാര്യം അത് സത്യമല്ലാന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോണേന്ന് പറഞ്ഞു നിൽക്കുക. അവരെങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്താണ് അവിടെ ഉണ്ടായിരുന്ന പിയാനോ അത് തനിയെ പ്ലേ ആയി. അവര് രണ്ടുപേരും ആ പിയാനോയുടെ ശബ്ദം കേട്ടതാണ്. അവർ ആ പിയാനോ നോക്കി പേടിച്ചറിണ്ട് നിൽക്കുന്ന നേരത്താണ് ഫ്രെഡിയും കെയർടേക്കർ ആയിട്ടുള്ള നാർട്ടോയും അങ്ങോട്ട് വരുന്നത്. അപ്പോ നാർട്ടോ പറയും ഞാൻ ഈ വില്ലയുടെ തൊട്ട് പിന്നിലാണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞ് നാർട്ടോ അവിടെ നിന്ന് പോയി. അല്പസമയം കഴിഞ്ഞ് കുളിക്കാനാണെന്ന് പറഞ്ഞ് സേറ ബാത്റൂമിലേക്ക് പോയി. ലിയ തന്റെ സാധനങ്ങളൊക്കെ കബോർഡിനകത്ത് ഒതുക്കി പറക്കി വെക്കുകയാണ്. അപ്പോഴാണ് അവൾ ആ കബോർഡിനകത്ത് മോറിസ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് കോറി വരച്ച് വെച്ചിരിക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് ആ കബോർഡിനകത്ത് ആ പ്രേതത്തെ കണ്ട് ലിയ പേടിച്ചറിണ്ട് താഴേക്ക് മറിഞ്ഞു വീണു. മറുവശത്ത് കുളിക്കാനായിട്ട് പോയ സാറയ്ക്ക് ബാത്റൂമിലെ ഹാൻഡ് ഷവറിൽ നിന്ന് എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അവൾ ആ ഹാൻഡ് ഷവർ എടുത്തു നോക്കി. അതിനുള്ളിൽ നിന്ന് ആരുടെയോ സംസാരം കേൾക്കാം. പെട്ടെന്നത് തനിയെ ഓണായി ഷവറിനുള്ളിൽ നിന്ന് ചറപറാന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. അവളുടെ ഈ കരച്ചിലും ബഹളമൊക്കെ കേട്ട് മറ്റെല്ലാവരും തന്നെ അങ്ങോട്ട് ഓടിയെത്തി. ഇപ്പൊ നോക്കുമ്പോ അവിടെ ബ്ലഡ് ഒന്നും തന്നെയില്ല, എല്ലാം നോർമലാണ്. അവരെല്ലാവരും സാറിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിനക്ക് തോന്നിയതാണെന്നൊക്കെ പറഞ്ഞ്. തുടർന്ന് അവരെ ഈ വീടിനകത്ത് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന അമാനുഷികമായ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. എല്ലാവരും സാറിയെ സമാധാനപ്പെടുത്തി. എന്നാ മിക്കോയ്ക്ക് അവര് പറയുന്ന ഈ കാര്യങ്ങളൊന്നും അങ്ങനെ കേട്ടിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവനല്ലേ ഈ വീട്ടിലേക്ക് വന്ന് ആദ്യമായിട്ട് പ്രേതത്തെ കണ്ടത്. ഇതൊക്കെ കേട്ടോണ്ടിരുന്ന ഫ്രെഡി അവന്റെ അഭിപ്രായം പറഞ്ഞു. നമ്മളെന്തിനാ ഇനി ഇവിടെ താമസിച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോണത്? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് ഇപ്പൊ തന്നെ സ്ഥലം വിടാം, നമുക്ക് മറ്റെവിടെയെങ്കിലും മുറിയെടുത്താ പോരെ. എന്നാൽ ദേവ് അതിനെ സമ്മതിക്കില്ല. കാരണം അവനാണ് വില്ലയുടെ 3/4 ഭാഗം റെന്റ് കൊടുത്തത്. ഇനി മറ്റൊരു മുറി എടുക്കുകയാണെങ്കിൽ ദേവ് പണം ഷെയർ ചെയ്യില്ല. ഇത് കേട്ടതോടെ മറ്റാർക്കും ഒന്നും തന്നെ പറയാനില്ല. കാരണം അവരുടെ കയ്യിലും പണമില്ല. ദേവ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അച്ഛനും അമ്മയുണ്ട്. അവര് നമ്മുടെ ഗാർഡിയനാണ്. നമ്മൾ അവരെ ശല്യം ചെയ്യാതിരുന്ന പേരൻസിനും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മളെ ശല്യം ചെയ്യാതിരുന്ന പേരൻസിനും വലിയ കുഴപ്പമില്ലാതെ പോവാം. അതുപോലെ തന്നെ ഈ വീടിനും ഒരു ഗാർഡിയൻ ഉണ്ട്. അതിപ്പോ പ്രേതാണെങ്കിലും ശരി. നമ്മളിവിടെ 5 ദിവസം താമസിക്കും. ദേവ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കേട്ട് പിന്നെ അവരാരും തന്നെ തർക്കിക്കാനോ ബഹളം വെക്കാനോ നിന്നില്ല. അന്ന് രാത്രി ആരോ ഓടുന്ന ശബ്ദം കേട്ടാണ് ഫ്രെഡി ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. വീടിനകത്ത് ആരൊക്കെയോ ഓടുന്നു, ആരൊക്കെയോ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നതൊക്കെ കേൾക്കാം. അവൻ
പതിയെ മുറുക്കി പുറത്തേക്ക് ഇറങ്ങി. നോക്കുമ്പോ ദേ അവിടെ ആരൊക്കെയോ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ട ഫ്രെഡി അന്തം വിട്ട ഹാളിലേക്ക് ചെന്ന് നോക്കുമ്പോ ഇപ്പോ അവിടെ ആരെയും കാണാനില്ല. എന്നാൽ നമുക്ക് കാണാം ഫ്രെഡിയുടെ പിന്നിലായി ഒരു കറുത്ത രൂപം അത് ബേസ്മെന്റിലേക്ക് കുനിഞ്ഞു പോകുന്നുണ്ട്. എന്തോ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോ ആ രൂപം താഴേക്കിറങ്ങി പോയിരുന്നു. അവൻ നേരെ താഴെയുള്ള ബേസ്മെന്റിനടുത്തേക്ക് ചെന്നു. അതിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. ഫ്രെഡി ആ ഡോറ് തുറക്കാൻ നിൽക്കുന്ന നേരത്താണ് ദേവ് അവനെ പിന്നിൽ നിന്ന് വിളിക്കുന്നത്. രണ്ടുപേരും ആകെ പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. അല്ല, ഈ പാതിരാത്രിക്ക് നീ ഇവിടെ എന്ത് ചെയ്യാ? ഫ്രെഡി നടന്ന കാര്യങ്ങളൊന്നും അവനോട് പറയില്ല. കാരണം ഇനി പാതിരാത്രിക്ക് അവന്റെ കഥ പറച്ചിലും കൂടി കേൾക്കണ്ടേ. ഒന്നുമില്ല, ചുമ്മാ ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ, നീ എന്തെങ്കിലും ചെയ്യ്, എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ദേവ് ഉറങ്ങാനായിട്ട് അവന്റെ മുറിയിലേക്ക് പോയി. ദേവ് അങ്ങനെ ഉറങ്ങാനായിട്ട് കിടന്നു. എന്നാൽ അവൻ ആ മുറിയില് തനിച്ചായിരുന്നില്ല. അവന് ചുറ്റും 2-3 പ്രേതങ്ങള് ദേവ് ഉറങ്ങുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. പിറ്റേന്ന് രാവിലെ പൈപ്പിലെ വെള്ളം തീർന്നെന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് നമ്മുടെ മിക്കോയെ വെള്ളം കോരാനായിട്ട് പറഞ്ഞു വിട്ടു. മിക്കോ അവരെ എല്ലാവരെയും പ്രാഗിക്കൊണ്ട് വെള്ളം കോരാനായിട്ട് കിണറിനടുത്തേക്ക് ചെന്നു. ആ സമയത്ത് അവന് ചുറ്റും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അന്തരീക്ഷം പെട്ടെന്ന് മാറി. കാറ്റ്, പുക, പിന്നെ ആരുടെയൊക്കെ സംസാരം കേൾക്കാം. നോക്കുമ്പോ ദേ ഒരു സ്ത്രീ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു. ഇനി സേറ റീൽസ് എടുക്കുന്നതാണോ? അവൻ പതിയെ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് അവന് മനസ്സിലായത് അത് റീൽസ് എടുക്കുന്നതല്ല, പ്രേതമാണെന്ന്. എന്റെ അമ്മയെന്ന് പറഞ്ഞ് അവൻ അലറി അടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. മിക്കോ കാല് തന്നെ താഴേക്ക് വീണു. ഇപ്പോ ഡാൻസ് കളിച്ചിരുന്ന പ്രേതത്തെ അവിടെ കാണാനില്ല. അവൻ നോക്കുമ്പോ മിക്കോ താഴെ വീണ് കിടക്കുന്നത് ആരുടെയോ ശവക്കല്ലറയിലാണ്. അവന് ചുറ്റും ഒരുപാട് കല്ലറകളുണ്ട്. അതൊരു ശ്മശാനായിരുന്നു. മിക്കോ എന്ത് ചെയ്യണോന്നറിയാതെ പേടിച്ച് കിളി പോയിരിക്കുന്ന നേരത്താണ് അവന്റെ സുഹൃത്തുക്കള് അവന്റെ ഈ അലർച്ച കേട്ട് അങ്ങോട്ട് ഓടി വരുന്നത്. അവരും ആ കല്ലറകൾ കണ്ട് ആകെ അമ്പരന്ന് പോയി. വെല്ലയ്ക്ക് തൊട്ട് പിന്നില് ഇത്തരത്തിലൊരു ശ്മശാനം ഉള്ളതായിട്ട് നാർട്ടോ അവരോട് പറഞ്ഞിരുന്നെങ്കിലേ അവര് ചെകുത്താൻകോട്ടയില് താമസിക്കില്ലായിരുന്നു. പിന്നെ ഒട്ടും തന്നെ സമയം കളഞ്ഞില്ല. ഇത് ചോദിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് അവരെ നാർട്ടോയെ തെരഞ്ഞ് അയാളുടെ വീട്ടിലെത്തി. അവരെത്ര തന്നെ വിളിച്ചിട്ടും ആരെയും പുറത്തേക്ക് കാണാനില്ല. എന്നാൽ വീടിന്റെ ഡോറൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്. അവർക്ക് ആർക്കും തന്നെ വീടിനകത്തേക്ക് കയറാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഫ്രെഡി ആണെങ്കില് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് കയറി. ഫ്രെഡി ആ വീടിനകത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചതും അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. അവനാകെ പേടിയായി. ഇപ്പൊ നോക്കുമ്പോ മൂക്കിലെ ബ്ലഡ് ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇതെന്തൊരു നരകമെന്ന് പറഞ്ഞ് അവൻ നാർട്ടോയെ തെരഞ്ഞ് മുന്നോട്ട് നടന്നു. അവൻ ആ വീടിനകത്ത് ഓരോ സ്റ്റെപ്പ് എടുത്തു വെക്കും തോറും ഫ്രെഡിയുടെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വായിൽ നിന്നെല്ലാം ബ്ലഡ് വന്നുകൊണ്ടിരുന്നു. അവനാകെ പേടിച്ച് മരണഭയത്തിൽ അലറി വിളിക്കുന്ന നേരത്താണ് ഒരു മുത്തശ്ശൻ അവനെ പിന്നിൽ നിന്ന് വിളിക്കുന്നത്. ഇപ്പോ ഫ്രെഡിക്ക് യാതൊരു കുഴപ്പമില്ല, എല്ലാം അവന്റെ തോന്നലായിരുന്നു. ഈ മുത്തശ്ശന്റെ പേരാണ് ടാർജോ. നമ്മുടെ കെയർടേക്കറായ നാർട്ടോന്റെ അച്ഛനാണ്. മിക്കോ മുത്തശ്ശനോട് ഒത്തിരി ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മകൻ ഞങ്ങളെ ചതിച്ചാണ് ആ പ്രേത വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഞങ്ങൾക്കിപ്പോ ഞങ്ങളുടെ പണം തിരികെ വേണം. തന്നില്ലെങ്കിൽ ഇത് ഞങ്ങള് പോലീസിന് കംപ്ലൈന്റ് ചെയ്യും. മര്യാദയ്ക്ക് കാശ് തന്നോ. അപ്പോ അവരെല്ലാവരും മിക്കയും സമാധാനിപ്പിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് സംസാരിക്കുക, അതൊരു പ്രായമായ ആളല്ലേ. ഇതൊക്കെ കേട്ടോണ്ട് നിന്നിരുന്ന ടാർജോ മുത്തശ്ശൻ ആ വില്ലയുടെ കഥ അവരോട് പറയുന്നുണ്ട്. ഏകദേശം 70 വർഷങ്ങൾക്ക് മുൻപാണ് ഒരു ഡച്ച് ക്യാപ്റ്റൻ മിസ്റ്റർ ഹൈൻസ് ഒരു വില്ല പണി കഴിപ്പിച്ചത്. ഹൈൻസും അദ്ദേഹത്തിന്റെ കുടുംബവുമായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഒരു വൈഫും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഹൈൻസ് തന്റെ 3 ജോലിക്കാരെ തന്നോടെന്തോ ചതി ചെയ്തെന്ന് പറഞ്ഞ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആ 3 ജോലിക്കാരെ അപമാനിച്ച് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ പ്രതികാരം തീർക്കാൻ അന്ന് രാത്രി തന്നെ ഹൈൻസിന്റെ മുഴുവൻ കുടുംബത്തെയും കൊലപ്പെടുത്തി. ആ സമയത്ത് ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ജന്മിയായിരുന്ന ടെങ്കർ ആയിരുന്നു മരിച്ച എല്ലാവരെയും പൊതുശ്മശാനത്തില് അടക്കം ചെയ്തത്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ 3 ജോലിക്കാരും അതിക്രൂരമായി തന്നെ കൊല ചെയ്യപ്പെട്ടു. അതും അവരെ മരിച്ചു കിടന്നിരുന്നത് ഹൈൻസ് ഫാമിലിയുടെ കല്ലറയ്ക്ക് മുകളിലായിരുന്നു. അതിനെ തുടർന്ന് ഗ്രാമത്തിലുള്ള കുറച്ചു പേർക്കിടയിലെ തർക്കങ്ങളും ബഹളങ്ങളും ഉണ്ടായി. അതൊക്കെ ശപിക്കപ്പെട്ട കല്ലറയാണ്, അതൊക്കെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ടെങ്കർ എന്ന ലാൻഡ്ലോർഡ് ആ കല്ലറിയൊക്കെ പൊതു ശ്മശാനത്തിൽ നിന്ന് മാറ്റി വില്ലയ്ക്ക് തൊട്ട് പിന്നിലായി അടക്കം ചെയ്തു. കാരണം അത് അവരുടെ വീടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ലാൻഡ്ലോർഡ് ടെങ്കർ ആയിരുന്നു ആ ഒരു വില്ല ഏറ്റെടുത്ത് നോക്കിയിരുന്നത്. പിന്നെ അത് അയാളുടെ മകനിലേക്ക് കൈമാറി. ഇപ്പോ ചെറുമകനാണ് അതിന്റെ അവകാശി. ഇപ്പോഴാണ് മുത്തശ്ശൻ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം കൂടി അവരോട് പറയുന്നത്. ആ വില്ല ആദ്യമായിട്ട് റെന്റിനെടുക്കുന്നത് അത് നിങ്ങളാണ്. ഇത് കേട്ട് എല്ലാവരും ആകെ ഷോക്കായി. അത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നൊരു വീട്ടില് അവരാണ് ആദ്യമായിട്ട് താമസിച്ചത്. ആ നാർട്ടോ അവരോട് ഒന്നും തന്നെ പറഞ്ഞില്ല. മുത്തശ്ശനെ ആ വില്ലയുടെ ഓണറിന്റെ അഡ്രസ് അറിയൂ, ഞങ്ങൾക്ക് ആ പണം കിട്ടുകയാണെങ്കിലേ മറ്റെവിടെങ്കിലും താമസിക്കായിരുന്നു. എന്നാ മുത്തശ്ശനാണെങ്കിലേ ഓണറിന്റെ അഡ്രസ് അറിയില്ല.
ഇപ്പോ നാർട്ടോ എങ്ങോട്ട് പോയെന്നും യാതൊരു പിടുത്തവുമില്ല. എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ആ ടാർട്ടോ നമ്മളെ പറ്റിച്ചതാണ്. എന്തായാലും ജീവൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ് അവര് വില്ലയിലേക്ക് തിരിച്ചെത്തി പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്ത് വേഗം തന്നെ എല്ലാവരും കാറിലേക്ക് ഓടിക്കേറി. എന്നാ കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. മിക്കോ ആകെ ഭ്രാന്തി പിടിച്ചതുപോലെ കാറിനിട്ടൊരു കൊട്ടു കൊടുത്തു. ഇത് കണ്ടതോടെ ഫ്രെഡിക്ക് വല്ലാതെ ദേഷ്യം വന്നു. അത് അവന്റെ കാറാണ്, നമ്മളെല്ലാവരും ആകെ പേടിച്ചിരിക്കുകയാണ് എന്ന് കരുതി കാറിടിച്ച് പൊളിക്കുകയാണോ? ഈ നേരത്ത് അവര് തമ്മിൽ ഉന്തം തള്ളുവായി. ലിയ അവരെ പിടിച്ചു മാറ്റി സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ വഴക്കിട്ടിട്ട് എന്ത് കാര്യം? ഒന്നുകിൽ ടാർജോ വരുന്നത് വരെ കാത്തിരിക്കണം, അല്ലെങ്കിൽ മെക്കാനിക്ക് വന്ന് കാറ് ശരിയാക്കണം. ടാർജോ മുത്തശ്ശനാണെങ്കിൽ മെക്കാനിക്കിനെ കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അവരങ്ങനെ മുത്തശ്ശൻ മെക്കാനിക്കിനെ കൂട്ടിയിട്ട് വരുന്നത് വരെ വീടിനകത്ത് കാത്തിരുന്നു. തൽക്കാലത്തേക്ക് അതല്ലാതെ വേറെ വഴിയില്ല. ഈ സമയം സെറ അവളെടുത്ത കുറെ ഫോട്ടോസും അവരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞതും അവരെല്ലാവരും ഉറങ്ങാനായിട്ട് മുറികളിലേക്ക് പോയി. അന്ന് രാത്രി സേറയ്ക്കാണെങ്കിൽ പേടിച്ചിട്ട് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അവള് രാത്രി മുഴുവൻ ഫോണില് നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം മുറിക്കകത്തേക്ക് വളരെ ശക്തിയായിട്ട് കാറ്റടിച്ചു. ജനാല തനിയെ തുറന്നു വന്നു. സേറ ആകെ പേടിച്ചേരണ്ട് നായികയെ വിളിച്ചെങ്കിലും അവള് നല്ല ഉറക്കത്തിലാണ്, വിളിച്ചിട്ട് എണീക്കുന്നില്ല. നോക്കുമ്പോ ദേ സേറയുടെ തൊട്ടു മുന്നിലൊരു പ്രേതരൂപം. അടുത്ത നിമിഷം തന്നെ പ്രേതം അവിടെ നിന്ന് മറഞ്ഞുപോയി. സേറയുടെ ഈ കരച്ചിലും ബഹളൊക്കെ കേട്ട് ലിയ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. നായിക അവള് പറയുന്നതൊന്നും തന്നെ വിശ്വസിക്കില്ല. ദേ കണ്ടില്ലേ, ജനാല തുറന്നു കിടക്കാണ്, ഇത് വെറും കർട്ടൻ ആണെന്ന് പറഞ്ഞ് സേറയെ സമാധാനിപ്പിക്കുന്നുണ്ട്. മറുവശത്ത് ദേവ് ഉറക്കം വരാതെ തന്റെ ക്യാമറയിലെ ചുമ്മാ ഓരോ ഫോട്ടോസ് എടുത്ത് അത് ഡിലീറ്റ് ചെയ്തോണ്ടിരുന്നു. പെട്ടെന്നാണ് ആ വ്യൂ ഫ്രെയിമില് അവൻ ആ പ്രേത രൂപത്തെ കാണുന്നത്. മാത്രമല്ല അവന്റെ മുറിക്ക് വെളിയിലെ ആരുടെയോ നിഴല് കാണാം. ആകെ ഭയന്നു പോയ ദേവ് പതിയെ ചെന്ന് ഡോറ് തുറന്നു നോക്കി. നോക്കുമ്പോ അതവന്റെ ഫ്രണ്ട്സ് ആണ്. അവരിന്ന് വൈകിട്ട് ഫുഡൊന്നും തന്നെ കഴിച്ചിരുന്നില്ല. ഫ്രെഡിക്കും മിക്കോയ്ക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോയാലോ? അവരങ്ങനെ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോവാൻ ഉറങ്ങിക്കിടന്നിരുന്ന ലിയെ വിളിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരി നല്ല ഉറക്കത്തിലാണ്. സേറയ്ക്കാണെങ്കിലേ ആ വീടിനകത്ത് തനിച്ചിരിക്കാൻ പേടിയാ. അതുകൊണ്ട് അവര് ലിയെ ഉണർത്താൻ നിൽക്കാതെ 4 പേരും ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോയി. വില്ലയ്ക്ക് തൊട്ടടുത്തായി തന്നെ ഒരു ഫുഡ് സ്റ്റാൾ ഉണ്ടായിരുന്നു. അവര് ഫുഡ് ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്ന സമയത്ത് സേറ തന്റെ ഇൻസ്റ്റയിലുള്ള ഗ്രൂപ്പ് ഫോട്ടോയും അതിന് താഴെയുള്ള കമന്റ്സ് ഒക്കെ കണ്ട് ആകെ അപ്സെറ്റ് ആയി. കുറച്ചു മുൻപ് അവരെല്ലാവരും ചേർന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിരുന്നില്ലേ? ആ ഫോട്ടോയിലെ അവരുടെ എല്ലാവരുടെയും ഫേസ് ആകെ വികൃതമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ആ ഫോട്ടോയ്ക്ക് താഴെയുള്ള കമന്റ്സ് കണ്ട് സേറ ആകെ ഭയന്നുപോയി. സേറ മാത്രമല്ല മറ്റെല്ലാവരും ആ ഫോട്ടോ കണ്ട് ആകെ അപ്സെറ്റായി. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? പതിവ് പോലെ തന്നെ ദേവ് അവരെ സമാധാനപ്പെടുത്തി. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കെ, നാളെ രാവിലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് സ്ഥലം വിടും. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? അപ്പോഴേക്കും ആ ഫുഡ് സ്റ്റാളിലെ ആ ലേഡി അവർക്കുള്ള ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തു. ഫുഡ് കണ്ട് അവർ ആകെ ഷോക്കായി. അല്ല, ഇതെന്താ 5 പേർക്കുള്ള ഫുഡ്? ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. അതിനാ ലേഡി പറയും, അല്ലല്ലോ നിങ്ങൾ വന്നപ്പോ നിങ്ങൾ 5 പേരെ ഞാൻ കണ്ടതാണല്ലോ. ഇത് കേട്ട് അവരാകെ അന്തം വിട്ടിരിക്കുക. അപ്പോ ഇത്ര നേരം അവരറിയാതെ തന്നെ അവരോടൊപ്പം ഏതൊരു പ്രേതം കൂടി ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ആ പ്രേത ബംഗ്ലാവിലെ തനിയെ ഉറങ്ങുന്ന ലീയാണ് നമ്മളെ കാണിക്കുന്നത്. പെട്ടെന്ന് ഒരു കൈ വന്ന് അവളെ വലിഞ്ഞു മുറുക്കാൻ തുടങ്ങി. അത് സേറയാണെന്ന് കരുതി അവള് സേറയെ വഴക്ക് പറയുന്നുണ്ട്. ആ പ്രേതം അങ്ങനെ ലീയെ വലിഞ്ഞു മുറുക്കുന്ന സമയത്ത് ഈ വീട്ടിൽ നടന്ന പല സംഭവങ്ങളും ലീയയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട്. തന്നെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുന്നത് സേറയല്ല, പ്രേതാണെന്ന് തിരിച്ചറിഞ്ഞ ലിയ പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. അവിടെ ആരെയും കാണാനില്ല. അവളാകെ ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോ പെട്ടെന്ന് ആ മുറിയുടെ ഡോറ് ആരോ പടക്കോന്ന് പറഞ്ഞ് വലിച്ചടച്ചു. ലിയ ഓടി ചെന്ന് ഡോർ തുറക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പിന്നെ ഒരു വിധത്തിൽ അവള് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ദേവും നമ്മുടെ സേറയും താഴെ ബേസ്മെന്റിലേക്ക് നടന്നു പോകുന്നു. വിളിച്ചിട്ട് അവര് രണ്ടുപേരും ലിയെ തിരിഞ്ഞു പോലും നോക്കിയില്ല. ലിയ അത് തന്റെ ഫ്രണ്ട്സ് ആണെന്ന് കരുതി താഴെ ബേസ്മെന്റിലേക്ക് പോകുമ്പോഴാണ് പുറത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയ മറ്റേ 4 പേരും വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അവളങ്ങനെ ബേസ്മെന്റിലേക്ക് നോക്കി അന്തം വിട്ടു നിൽക്കുന്നത് കണ്ട് 4 പേരും ലിയയുടെ അടുത്തേക്ക് ചെന്നു. അവള് നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട്. ദേ, ഞാൻ ഇപ്പൊ തന്നെ ദേവും സേറയും താഴേക്ക് നടന്നു പോകുന്നത് കണ്ടതാണ്. ചിലപ്പോ നീ സ്വപ്നം കണ്ടതാണെങ്കിലോ? ഞങ്ങൾ ഇപ്പോഴല്ലേ വീട്ടിലേക്ക് വന്നത്. എല്ലാവരും ചേർന്ന് ലിയെ സമാധാനിപ്പിച്ചു. നാളെ രാവിലെ അവരെ ചെകുത്താൻകോട്ടയെന്ന് പോവാണ്. പിറ്റേന്ന് അതിരാവിലെ തന്നെ അവരൊരു റെന്റൽ കാർ എടുത്ത് വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ പ്രേതങ്ങൾ കാരണം അവര് ട്രിപ്പിന് വന്നതാണെന്ന് മറന്നുപോയി. അവരാ ബ്രോമോ മലനിരകളുടെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് വെക്കേഷൻ ട്രിപ്പ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മളെ കാണിക്കുന്നു വില്ലയിലെ ബേസ്മെന്റിൽ നിന്ന്
കൂനുള്ള ഒരു മുത്തശ്ശി മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അത് പ്രേതാണോ അതോ മനുഷ്യനാണോ? മറുവശത്ത് നാർട്ടോ ആണെങ്കിൽ ഫ്രെഡിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അവന്റെ കാർ ശരിയാക്കിയിട്ടുണ്ട്. ട്രിപ്പ് കഴിഞ്ഞ് വന്ന അവർക്ക് കാർ എടുത്തോണ്ട് പോവാം. അത് കേട്ട സന്തോഷത്തിലെ ഫ്രെഡി ടാർജോ മുത്തശ്ശനോട് ഒത്തിരി നന്ദി പറയാനായിട്ട് പറയുന്നുണ്ട്. അന്ന് അവരോട് മെക്കാനിക്കിനെ കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞത് ടാർജോ മുത്തശ്ശനല്ലേ. എന്നാൽ ഇക്കാര്യം കേട്ട് നാർട്ടോ ആകെ ഷോക്കായി. ആര്, അച്ഛനോ? അതിന് എന്റെ വീട്ടില് ഞാൻ തനിച്ചാണല്ലോ താമസിക്കുന്നത്. മാത്രമല്ല നാർട്ടോന്റെ അച്ഛൻ മറ്റൊരു ടൗണിലാണ് താമസിക്കുന്നത്. ഈ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഹൈൻസ് ഫാമിലി അവരുടെ ഇളയ മകളായ മോറിസിന്റെ 7ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. എല്ലാവരും ഒത്തിരി സന്തോഷത്തിലെ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിക്കുന്നു. ഈ സമയത്താണ് ഹൈൻസ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട 3 ജോലിക്കാരെ വടിയും കത്തിയൊക്കെ ആയിട്ട് ആ വീട്ടിലേക്ക് വരുന്നത്. അവരെ കൊല്ലാനായിട്ട്. അവരാദ്യം ആക്രമിക്കുന്നത് ആ വീട്ടിലെ കാര്യസ്ഥനായ ടാർജോ മുത്തശ്ശിനെയായിരുന്നു. മുത്തശ്ശിനെയാണ് അവരാദ്യം കൊലപ്പെടുത്തിയത്. പിന്നീട് ആ ഫാമിലിയിലെ എല്ലാവരെയും അതിക്രൂരമായി തന്നെ കൊലപ്പെടുത്തി. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് പ്രസന്റിലേക്ക് തിരിച്ചു വരുമ്പോ അവർ 5 പേരും ട്രിപ്പൊക്കെ കഴിഞ്ഞ് വില്ലയിലേക്ക് തിരിച്ചെത്തി. കാരണം അവരുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് വില്ലയിലാണ്. പിന്നെ അവരുടെ സാധനങ്ങളൊക്കെ എടുക്കണം. അവര് വില്ലയിലേക്ക് തിരിച്ചെത്തുമ്പോ വീടിനകത്തെ എല്ലാ ലൈറ്റ്സും ഓണിലാണ്. അവര് വീടൊക്കെ പൂട്ടി ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടാണ് പോയത്. നാർട്ടോയുടെ കയ്യില് വേറെ ചാവിയൊന്നുമില്ല. അവരാ വീടിനകത്തേക്ക് കയറി നോക്കിയെങ്കിലും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആരും അകത്തേക്ക് കയറിയതിന്റെ യാതൊരു ലക്ഷണവും ഇല്ല. അപ്പോ മിക്കോ പേടിച്ചോണ്ട് പറയും, ഇതൊക്കെ ചെയ്യുന്നത് മറ്റാരാ? പ്രേതങ്ങള്. ഇത് കേട്ടതും ഫ്രെഡി പെട്ടെന്ന് തന്നെ അവന്റെ വാ പൊത്തിപ്പിടിച്ചു. ഒന്ന് പതുക്കെ പറ. അപ്പൊ തന്നെ വീടിനുള്ളിലെ ലൈറ്റ്സ് ഒക്കെ ആകെ ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി. പ്രേതങ്ങളെ പ്രേതോന്ന് വിളിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. സംഭവം എന്തോ പന്തികേട് തോന്നിയ ദേവ് ഇത്തവണ അവരെ സമാധാനിപ്പിക്കാനോ കഥയൊന്നും പറയാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ സഹായത്തിനായിട്ട് നാർട്ടോയെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് ഫ്രെഡി കൂനുള്ള ഒരു വയസ്സായ സ്ത്രീ ബേസ്മെന്റിലേക്ക് നടന്നു പോകുന്നത് കാണുന്നത്. അതാരാന്ന് നോക്കാനായിട്ട് അവൻ ആ സ്റ്റോർ റൂമിനടുത്തേക്ക് നടന്നു. പിന്നാലെ തന്നെ മറ്റുള്ളവരും. അപ്പോ ലിയ പറയും, ഞാൻ ഇന്നലെ രാത്രി നിങ്ങളോട് പറഞ്ഞതല്ലേ ദേവും സാറയും ബേസ്മെന്റിലേക്ക് പോയിന്ന്. അത് ഇവരല്ലെങ്കിൽ മറ്റാരായിരിക്കും? ആ ബേസ്മെന്റിനകത്ത് മറ്റെന്തോ ഉണ്ട്. അപ്പോ ഫ്രെഡി പറയും, ഞാൻ ആ വൃദ്ധയെ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. അത് പ്രേതാണോ മനുഷ്യനാണോ എന്നറിയില്ല. ഇനി എന്ത് വന്നാലും വേണ്ടില്ല, ആ സ്റ്റോർ റൂമിനകത്ത് എന്താന്ന് നോക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ഫ്രെഡിയും ദേവും അവർ 2 പേരും താഴേക്ക് ഇറങ്ങിപ്പോയി. മറ്റുള്ളവരെ അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവര് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ബേസ്മെന്റിലേക്കുള്ള ഡോറ് തുറന്നാണ് കിടക്കുന്നത്. അവര് ഒട്ടും തന്നെ ചിന്തിക്കാതെ അതിനകത്തേക്ക് കയറി. അടുത്ത നിമിഷം തന്നെ ബേസ്മെന്റിന്റെ ഡോറ് അത് തനിയെ ലോക്കായി. അവരതിനകത്ത് ശരിക്കും പെട്ടു. എത്ര ശ്രമിച്ചിട്ടും ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. അവരെ സഹായത്തിനായിട്ട് ഒച്ചയും ബഹളൊക്കെ വെക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നാർട്ടോ അങ്ങോട്ട് ഓടിയെത്തി. പിന്നെ മിക്കോയും നാർട്ടോയും ചേർന്ന് എങ്ങനെയൊക്കെയോ ഡോറ് തള്ളി തുറക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ സമയം മറ്റു 2 പേരെ ഇതെന്ത് സ്ഥലമാണെന്നറിയാൻ ആ ബേസ്മെന്റ് മുഴുവൻ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കി. പറഞ്ഞതുപോലെ തന്നെ അതൊരു സ്റ്റോർ റൂം തന്നെയാണ്. ഹൈൻസ് ഫാമിലിയുടെ ഒരുപാട് സാധനങ്ങൾ ആ മുറിയിലുണ്ടായിരുന്നു. ആ ഫാമിലിയുടെ ഒരുപാട് ഫോട്ടോസും. ഫ്രെഡി ആകെപ്പാടെ കൺഫ്യൂസ് ആയി. പ്രേതങ്ങൾ എന്തിനായിരിക്കും നമ്മളെ ഈ ബേസ്മെന്റിലേക്ക് കൊണ്ടുവന്നത്? താൻ കണ്ട മുത്തശ്ശി അതാരായിരിക്കും? മുത്തശ്ശിയുടെ ഒരു ഫോട്ടോ പോലും ഈ വീടിനകത്ത് കണ്ടിട്ടില്ല. അവർ ആ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നേരത്ത് അവർക്ക് ആ മുറിക്കകത്ത് ആരുടെയോ ശബ്ദം കേൾക്കാം. ദൂരെ പോ, രക്ഷപ്പെട്ടു പോ. അപ്പോ ഫ്രെഡി ആ ശബ്ദത്തിനോട് ചോദിക്കും, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതിനാ ശബ്ദം പറയും, അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. 2 പേരും ആ മുറിക്കകത്ത് ആകെ പേടിച്ചരണ്ട് നിൽക്കുക. ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ആ മുത്തശ്ശിയെ കാണാനില്ല. നോക്കുമ്പോ ആ ബേസ്മെന്റിലെ തൊട്ടടുത്ത മുറിയിലെ ഒരു മുത്തശ്ശി കസേരയിലിരുന്ന് ആടുന്നു. 2 പേരും അത് പ്രേതാണെന്ന് കരുതി പേടിച്ചരണ്ട് കണ്ണും തള്ളി നിൽക്കുക. എന്നാ കുറച്ചു കഴിഞ്ഞപ്പോ അവർക്കൊരു കാര്യം മനസ്സിലായി. അത് പ്രേതമല്ല, മനുഷ്യനാണ്. ഒത്തിരി പ്രായമായ ഒരു സ്ത്രീ. ഉടനെ തന്നെ ഫ്രെഡിയും ദേവും ചേർന്ന് മുത്തശ്ശിയെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരുപാട് വർഷങ്ങളായിട്ട് മുത്തശ്ശി ഈ വില്ലയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അവരെന്തൊക്കെയോ ചോദിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ ആരാണെന്ന് അവർക്ക് യാതൊരു പിടുത്തവുമില്ല. മാത്രമല്ല ഹൈൻസ് ഫാമിലിയിലെ ആരും തന്നെ ഇപ്പൊ ജീവനോടെ ഇല്ല. ഇനി ഈ സ്ത്രീയാണോ ആ കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്തിയത്? അവർക്ക് യാതൊരു പിടുത്തവുമില്ല. അപ്പോ ലിയ മുത്തശ്ശിയോട് ചോദിക്കും, നിങ്ങള് ഹൈൻസിന്റെ മകളാണോ? മോറിസ് അത് കേട്ട് മുത്തശ്ശി ചെറുതായിട്ടൊന്ന് ചിരിക്കും. അതെ, ഇപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നത്. ഹൈൻസിന്റെ ഇളയ മകളായ മോറിസ് ആണ് ഈ ഒരു മുത്തശ്ശി. അവർക്ക് ആർക്കും അത് വിശ്വസിക്കാനേ വയ്യ. ഇത്രയും വർഷം ഈ സ്ത്രീ എങ്ങനെയാണ് തനിച്ച് ഈ വീടിനകത്ത് സർവൈവ് ചെയ്തത്? അങ്ങനെ തന്നെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അന്ന് രാത്രി ഹൈൻസ് ഫാമിലി കൊല്ലപ്പെട്ടതറിഞ്ഞ് ഗ്രാമത്തിലുള്ളവരെ ആ വീട്ടിലേക്ക് ഓടിയെത്തി. എല്ലാവരും മരണപ്പെട്ടിരുന്നു, വീട്ടിലെ ജോലിക്കാരടക്കം.
എന്നാൽ മോറിസിന് ജീവനുണ്ടായിരുന്നു. അങ്ങനെ ആ ഗ്രാമത്തിലുള്ളവര് മോറിസിനെ ആശുപത്രിയിൽ എത്തിച്ചു. കുഞ്ഞിന്റെ നട്ടെല്ലിനാണ് പരിക്ക് പറ്റിയത്. മുറിവ് നല്ല ആഴത്തിലായതിനാൽ മോറിസിന് പഴയതുപോലെ നിവർന്ന് നടക്കാൻ കഴിയില്ല. മോറിസ് വളരും തോറും കുഞ്ഞിന് കൂന് വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മോറിസിനെ വിദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അവളുടെ ബന്ധുക്കള് വരുന്നതറിഞ്ഞ് അവള് ഡോക്ടേഴ്സും നഴ്സുമാരൊന്നും കാണാതെ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടുപോയി. മോറിസ് തന്റെ അച്ഛനെയും അമ്മയും വിളിച്ച് കരഞ്ഞോണ്ട് ആ വില്ലയിലേക്ക് എത്തി. കുഞ്ഞിനറിയില്ല അവളുടെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടത്. അവിടെ എത്തുമ്പോ വില്ലയുടെ ഗേറ്റ് ലോക്കായിരുന്നു. മോറിസ് കരഞ്ഞ് തളർന്ന് ആ ഗേറ്റിനടുത്തിരുന്നു. ഈ സമയത്താണ് മോറിസിന്റെ പേരൻസിന്റെ പ്രേതം അങ്ങോട്ട് വന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുന്നത്. ആ പ്രേതാത്മാക്കള് തന്റെ മകളെയും കൊണ്ട് ആ വില്ലയിലേക്ക് നടന്നു പോകുന്നത് കാണിച്ചാണ് ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുന്നത്. 7 വയസ്സ് മുതൽ മോറിസ് ആ വില്ലയിലെ പ്രേതങ്ങളുടെ കൂടെയാണ് വളർന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ പ്രേതാത്മാക്കള് ആ കുഞ്ഞിനെ അവിടെ തടവിലാക്കി എന്ന് പറയാം. അത് സ്നേഹമാണ്, അവളെ പ്രൊട്ടക്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞാലും അത് സ്വാർത്ഥതയാണ്. അന്ന് അറിവില്ലാത്ത പ്രായത്തിലാണ് മോറിസിന് തന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടത്. അവൾക്കത് ഉൾക്കൊള്ളാനോ നേരിടാനോ ഉള്ള പ്രായമായിരുന്നില്ല. അവരെല്ലാവരും കൊല്ലപ്പെട്ടു. പ്രേതങ്ങളാണെന്ന് അന്ന് ആ കുഞ്ഞിന് അറിയില്ലായിരുന്നു. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും മോറിസ് സ്നേഹത്തിന്റെ തടവറയിലാണ് ഇത്രയും വർഷം കഴിഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ അവർ 5 പേരും മുത്തശ്ശിയെ ആ ചെകുത്താൻകോട്ടയ്ക്കകത്ത് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായില്ല. മുത്തശ്ശിക്ക് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് അവരെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോ വീടിന്റെ ഡോറ് ലോക്കായി. ലൈറ്റൊക്കെ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്. പകുതി പേര് ആ വില്ലക്കകത്ത് പെട്ടുപോയി. ബാക്കി പകുതി പേര് വില്ലയ്ക്ക് പുറത്താണ്. മുത്തശ്ശിയെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാൻ പ്രേതങ്ങള് സമ്മതിക്കുന്നില്ല. പ്രേതങ്ങൾ എല്ലാവരും നിരന്നു നിന്ന് മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട്. മോറിസ് പോവരുത്, അമ്മയുടെ അടുത്തേക്ക് വാ. മുത്തശ്ശിയാണെങ്കിൽ ഈ പിള്ളേരെ വെറുതെ വിട്ടേക്ക്, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞ് പ്രേതങ്ങളോടൊപ്പം പോവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരാരും തന്നെ മുത്തശ്ശിയെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മുത്തശ്ശിക്ക് വേണ്ടി പ്രേതങ്ങളും അവർ 5 പേരും തമ്മിൽ പിടിവലിയായി. അപ്പോ സേറ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അവര് മരിച്ചുപോയവരാണ്, പ്രേതങ്ങളാണ്. ഇത് കേട്ടതോടെ പ്രേതങ്ങൾ ആകെ വയലന്റായി. അവരെ പ്രേതോന്ന് വിളിച്ചില്ലേ, സേറയുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലാൻ ശ്രമിക്കുക. അപ്പോഴേക്കും മുത്തശ്ശി വന്ന് സേറയെ രക്ഷപ്പെടുത്തി. എന്നിട്ട് ഒട്ടും തന്നെ ചിന്തിക്കാൻ നിൽക്കാതെ മോറിസ് തന്റെ അമ്മയോടൊപ്പം ബേസ്മെന്റിലേക്ക് നടന്നുപോയി. എന്നാൽ ഹൈൻസിന്റെ പ്രേതാത്മാവ് അവരെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. അവരെ മുത്തശ്ശിയെ തെരഞ്ഞ് വീണ്ടും ബേസ്മെന്റിലേക്ക് ഓടാൻ ശ്രമിക്കുമ്പോ ഹൈൻസ് അവരെ ആക്രമിക്കുന്നുണ്ട്. ലീയെ ആക്രമിക്കുന്നത് കണ്ട് ഫ്രെഡി ആ പ്രേതത്തെ പിടിച്ചു മാറ്റാൻ നോക്കി. അങ്ങനെ തന്നെ ഹൈൻസ് നമ്മുടെ ഫ്രെഡിയെ മാത്രം ബേസ്മെന്റിലേക്ക് വലിച്ചിഴച്ചോണ്ട് പോയി. ഇത് കണ്ട് ലീ ആണെങ്കിൽ അലറി കരയാൻ തുടങ്ങി. അവരെല്ലാവരും ഫ്രെഡിയെ ആ പ്രേതം കൊന്നൂന്ന് പറഞ്ഞ് കരയുന്ന നേരത്താണ് ദേ ആ ഇരുട്ടിൽ നിന്ന് ഫ്രെഡി നടന്നു വരുന്നു. അവന് യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഒരൊറ്റ സെക്കൻഡ് പോലും അവർ ആ വീടിനകത്ത് നിന്നില്ല. പെട്ടെന്ന് തന്നെ ആ വില്ലയിൽ നിന്നിറങ്ങി. എന്നാൽ അതേ സമയം തന്നെ ഹൈൻസ് ഫാമിലിയിലെ പ്രേതങ്ങള് ഒത്തിരി സന്തോഷത്തില് ഇപ്പോഴും മോറിസിന്റെ 7ാമത്തെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഒരു ലൂപ്പിൽ പെട്ടതുപോലെ. മറുവശത്ത് അവർ 5 പേരും നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. എന്നാ ഫ്രെഡിയുടെ മുഖം അത് പെട്ടെന്ന് ഹൈൻസിന്റെ രൂപത്തിലേക്ക് മാറി. ആ ബേസ്മെന്റിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഫ്രെഡി ആയിരുന്നില്ല, അത് ഹൈൻസിന്റെ പ്രേതമായിരുന്നു. ഈ ഒരു സീനോട് കൂടിയാണ് ദ കേഴ്സ്ഡ് വില്ല എന്ന ഈ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.